SSLC ക്രിസ്മസ് എക്സാമിൽ സോഷ്യൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 6 ടോപ്പിക്കുകൾ ഹിസ്റ്ററിയും ജോഗ്രഫി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ പേജുകൾ ഫോളോ ചെയ്ത് വെച്ചോ. ഹിസ്റ്ററിയിൽ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ടോപ്പിക്സ് പറയാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാർ പഠിച്ചേക്കണം. അത് എന്തായാലും അതിന്റെ കോൺസിക്വൻസ് വെച്ചിട്ട് എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോഗ്രഫിക്കൽ കോൺസിക്വൻസ്, നമ്മുടെ ഭൂമിശാസ്ത്രമായ പര്യവേഷണത്തിന്റെ കോൺസിക്വൻസ് അനന്തരഫലങ്ങൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പഠിച്ചേക്കുക. അതുപോലെ ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം, അതിനുള്ള ഏജൻസീസ് പഠിച്ചേക്കണം. അതുപോലെ പൊതുജനാഭിപ്രായം ഉണ്ടാകുന്ന ഫോം ചെയ്യാം. അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കുറച്ച് പഠിച്ചേക്കുക, അതുപോലെ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ റോൾ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പഠിച്ചേക്കണം. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന്റെ പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇക്വറ്റോറിയൻ തുന്ദ്ര ക്ലൈമറ്റ് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയും തന്ദ്ര ക്ലൈമറ്റ് റീജിയന്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യാൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടാതെ എന്തായാലും പഠിച്ചു വെച്ചോ. വെതറിംഗ് ആൻഡ് എർത്ത് അല്ലേ, അപക്ഷയവും അതേപോലെ തന്നെ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ഉരുൾപൊട്ടലും മിക്കവാറും എക്സാമിന് 4 മാർക്ക് ചോദ്യം ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. 5ാമത് റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്, റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്കും അതെങ്ങനെയാണ് പണത്തിന്റെ വിനിമയത്തെ സ്വാധീനിക്കുന്ന കാര്യം പഠിച്ചു വെക്കും. ലാസ്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്, ലോണുകളുണ്ട്, അത് 4 മാർക്ക് ചോദിച്ചേക്കാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇത് ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ പഠിച്ചുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. അടുത്ത ടോപ്പിക്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട.